വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന ആർക്കിടെക്ചറൽ വീട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 6 സെന്റ് 300 ലിങ്സ് സ്ഥലത്ത് 3139 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും 2 കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയാണ് ഈ ഒരു വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 1 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററും ചാർട്ടർ ആൻഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 2.6 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4.6 കിലോമീറ്ററും എടപ്പള്ളിയിലേക്കും കാക്കനാടേക്കും 14 കിലോമീറ്ററും കിൻഫ്ര ഹെടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 9.7 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 16 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു മനോഹരമായ വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡേൺ ബോക്സി എലിവേഷൻ നൽകി ബ്രിക്ക് ഡിസൈനുള്ള ക്ലാഡിംഗ് ടൈലും അതുപോലെ തന്നെ വലുപ്പമുള്ള ഗ്ലാസ് വിൻഡോസും നാച്ചുറൽ പ്ലാന്റ്സുമാണ് നൽകിയിരിക്കുന്നത്. 4 മീറ്ററോളമാണ് ഇൻറ്റേർണൽ റോഡ് വരുന്നത്. കോബിൾ സ്റ്റോൺ ആണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്സ്ചർ വർക്കും ബ്രിക്ക് ഡിസൈനുള്ള ക്ലാഡിംഗ് ടൈലും തന്നെയാണ് നൽകിയിരിക്കുന്നത്. എലിവേഷനോട് മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷനാണ് ഇവിടെ കോമ്പൗണ്ട് വാളും അതുപോലെ തന്നെ ഗേറ്റും വരുന്നത്. ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് 5.7 മീറ്ററാണ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കോബിൾ സ്റ്റോൺ വിരിച്ച വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. എലിവേഷൻ തെക്ക് ദർശനമായും മെയിൻ ഡോർ കിഴക്ക് ദർശനമായുമുള്ള ഈ വീടിന് 2 വലിയ SUV കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഈ ഒരു കാർ പാർക്കിങ്ങിന് 19 അടിയിലേറെ നീളവും 17 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഇനി ഇവിടെ കാർ പാർക്കിങ്ങിൻ്റെ കവറിങ് കൂടി വരാനായിട്ടുണ്ട്. ഇവിടെയായിട്ട് പവർ പോയിന്റിനുള്ള ഫെസിലിറ്റി നൽകിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് വെസ്റ്റ് കോർണറാണ്. ഇവിടെയായിട്ട് ഭംഗിയുള്ള ഒരു പ്ലാന്റർ ബോക്സ് നൽകി നാച്ചുറൽ പ്ലാന്റ് ഒക്കെ വെച്ച് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് സൈഡായ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4.5 അടിയോളമാണ് ഈ ഒരു ഭാഗത്ത് വിടുത്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഹാഫ് പോർഷനോളം കോബിൾ സ്റ്റോൺ ആണ് വരുന്നത്. ഇവിടെയായിട്ട് ഭംഗിയുള്ള ഒരു പ്ലാന്റർ ബോക്സും അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം കൂടി കവറിങ് വരാനായിട്ടുണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റും പ്ലാന്റർ ബോക്സും ഒക്കെ നൽകി വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാഫ് പോർഷനോളം നാച്ചുറൽ പ്ലാന്റ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു ലോൺ ഏരിയ കിട്ടുന്നുണ്ട്. പിന്നീട് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ കിച്ചൺ ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് ആയിട്ട് ഈ ഒരു ഭാഗമാണ് വരുന്നത്. ഇവിടെ എല്ലാം തന്നെ മെറ്റൽ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും 6 അടിയോളമാണ് വിടുത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്ത് മെറ്റൽ ചിപ്സാണ് വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീനുള്ള ഒരു പോയിന്റ് കൂടി നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് സ്പേസിൽ നിന്നും ലിവിംഗ് സ്പേസിൽ നിന്നും വ്യൂ കിട്ടുന്ന ഒരു പാർഷ്യമാണ് ലഭിക്കുന്നത്. വരുന്നത് ഈ ഒരു ഭാഗത്ത് മെറ്റൽ ചിപ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു ടാപ്പ് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ 4 സൈഡും അത്യാവശ്യ സ്പേസ് നൽകി നാച്ചുറൽ ഗാർഡൻ ഒക്കെ നൽകിയിട്ടാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ സിറ്റ് ഔട്ടാണ് ഇവിടെ ലഭിക്കുന്നത്. നമുക്ക് 6 ചെയറോളം ഇടാനുള്ള സ്പേസ് വരുന്നുണ്ട്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ തേക്കൻ തടിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലുപ്പമുള്ള ഒരു ഡോറാണ് മെയിൻ ഡോറായിട്ട് നൽകിയിരിക്കുന്നത്. ഭംഗിയായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. 25 അടി നീളവും 14 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് കം ഡൈനിങ്ങിന് ഉള്ളത്. സൗത്തിലേക്ക് വലുപ്പമുള്ള പെർമനന്റ് ഗ്ലാസ് വിൻഡോസും നോർമൽ വിൻഡോസും നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ വെസ്റ്റിലേക്കും നോർമൽ വിൻഡോസും പെർമനന്റ് ഗ്ലാസ് വിൻഡോയും വരുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളിനുമുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. മുകളിലായിട്ട് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടിയിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് സ്പേസ് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. നോർത്തിലേക്ക് വലുപ്പമുള്ള ഒരു ഗ്ലാസ് വിൻഡോയും നോർമൽ വിൻഡോസും അതുപോലെ തന്നെ പാർശ്വയിലേക്ക് ഇറങ്ങാനായിട്ട് ഒരു ഡോറും നൽകിയിട്ടുണ്ട്. മുകളിലും ഇതേപോലെ തന്നെ പെർമനന്റ് ഗ്ലാസ് വിൻഡോസും നോർമൽ വിൻഡോസുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റ്സും പെബിൾസും ഒക്കെ ഇട്ടിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇൻവെർട്ടറിനുള്ള പോയിന്റും ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള സ്പേസ് വന്നിരിക്കുന്നത്. പിന്നീട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ ഏരിയ വരുന്നത്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ടും മുകളിലായിട്ടും സൈഡിലായിട്ടും എല്ലാം ധാരാളം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. പിന്നീട് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ സീലിംഗിൽ
സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിലെല്ലാം തന്നെ മാറ്റ് ഫിനിഷ് ടൈലുകളും ഗ്രാനൈറ്റുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലെഗ്രാൻഡിന്റെ സ്വിച്ചസും ഫിനോലെക്സിന്റെ വയേഴ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ക്ലോസ്ഡ് കിച്ചൺ ഡീറ്റെയിൽസിലേക്ക് വരാം. കിച്ചന്റെ ഡോറും ടീക്ക് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു കിച്ചൺ ഈസ്റ്റിലേക്ക് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്തിലേക്ക് ഒരു പെർമനന്റ് ഗ്ലാസ് വിൻഡോയും നോർമൽ വിൻഡോസും വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് വരുന്നത് ഗ്രാനൈറ്റ് ആണ്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു കിച്ചണിൽ വരുന്നുണ്ട്. വലുപ്പമുള്ളൊരു സിങ്കും ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. മൈക്രോവേവ് ഓവനും എയർ ഫ്രയറിനും എല്ലാമുള്ള സ്പേസ് ഈ ഒരു കിച്ചണിൽ വരുന്നുണ്ട്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം പവർ പോയിന്റ് വന്നിട്ടുള്ള ഈ ഒരു കിച്ചണിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വലുപ്പമുള്ളൊരു ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. ഈ ഒരു കിച്ചൺ കൂടാതെ നമുക്ക് ഇവിടെയായിട്ടും ഒരു സെക്കൻഡറി കിച്ചൺ കൂടി ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഈസ്റ്റിലേക്കുള്ള സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നുണ്ട്. ധാരാളം പവർ പോയിന്റ് ഈ ഒരു കിച്ചണിൽ വരുന്നുണ്ട്. 2 ലെയറായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. വലുപ്പമുള്ളൊരു സിങ്ക്, ടാപ്പ് വരുന്നുണ്ട്. നോർത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോയും വരുന്നുണ്ട്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് ഒരു പെർമനന്റ് ഗ്ലാസ് വിൻഡോയും നോർമൽ വിൻഡോസുമാണ് നൽകിയിരിക്കുന്നത്. വെസ്റ്റിലേക്കും അതുപോലെ തന്നെ നോർമൽ വിൻഡോയും പെർമനന്റ് ഗ്ലാസ് വിൻഡോസും നൽകിയിട്ടുണ്ട്. സീലിംഗിൽ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും എല്ലാം നൽകിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ഹൈറ്റ് 9.5 അടിയിലേറെയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ധാരാളം സ്റ്റോറേജ് സ്പേസും ഒരു ലാപ്ടോപ്പ് ടേബിളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ സ്പേഷ്യസ് ആയ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ജാഗോൻ്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ സെപ്പറേഷൻ വന്നിട്ടുണ്ട്. ഉള്ളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് വലുപ്പമുള്ളൊരു മിറർ ലഭിക്കുന്നുണ്ട്. മിററിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും ടീക്ക് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് പെർമനന്റ് ഗ്ലാസ് വിൻഡോയും നോർമൽ വിൻഡോസും നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈസ്റ്റിലേക്കും പെർമനന്റ് ഗ്ലാസ് വിൻഡോയും നോർമൽ വിൻഡോസുമാണ് നൽകിയിരിക്കുന്നത്. എല്ലാ ബെഡ്റൂംസിനും 9.5 അടിയിലേറെ ഹൈറ്റും ഉണ്ട്. സീലിംഗിൽ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ ഇനി കബോർഡ് വർക്ക് വരാനായിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിൽ വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ എന്ന സെപ്പറേഷൻ ഉണ്ട്. എല്ലാം തന്നെ ജാഗോറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇനി വരാനായിട്ടുള്ളത്. ഇനി വർക്ക് കുറച്ച് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. സീലിംഗിലായിട്ട് സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ MS വുഡ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്ന് നോർത്തിലേക്ക് 2 ഡോർ വിൻഡോയും മുകളിലും താഴെയുമായിട്ട് പെർമനന്റ് ഗ്ലാസ് വിൻഡോസുമാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കയറി അപ്പർ ലിവിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്റ്റഡി റൂം വരുന്നത്. പിന്നീട് ഇവിടെയായിട്ട് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂമും അതുപോലെ തന്നെ ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിങ്ങുമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ സീലിംഗിൽ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ അപ്പർ ലിവിംഗ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നത്. സൗത്തിലേക്ക് വലുപ്പമുള്ളൊരു ഗ്ലാസ് വിൻഡോയും നോർമൽ വിൻഡോസും നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ വെസ്റ്റിലേക്കും നോർമൽ വിൻഡോസും പെർമനന്റ് ഗ്ലാസ് വിൻഡോസും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് ഡൈനിങ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് പെർമനന്റ് ഗ്ലാസ് വിൻഡോയും നോർമൽ വിൻഡോസും നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ വെസ്റ്റിലേക്കും നോർമൽ വിൻഡോസും പെർമനന്റ് ഗ്ലാസ് വിൻഡോസുമാണ് വരുന്നത്. ഈ ഒരു റൂമിനും അത്യാവശ്യം ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിംഗിൽ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് വരുന്നത്. ഈ ബെഡ്റൂമിലും ഈ ഒരു ഭാഗത്തായിട്ട് വാൾഡ്രോബ് വരാനായിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഈ ഒരു ബാത്റൂമിൻ്റെ വർക്കിന് ഫിനിഷ് ആവാനായിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും ടീക്ക് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 12 അടിയിലേറെ നീളവും 12 അടിയോളം വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് പെർമനന്റ് ഗ്ലാസ് വിൻഡോയും നോർമൽ വിൻഡോസും നൽകിയിട്ടുണ്ട്. അതേപോലെ ഈസ്റ്റിലേക്കും പെർമനന്റ് ഗ്ലാസ് വിൻഡോയും നോർമൽ വിൻഡോസുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് നൽകിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും ഇനി വാൾഡ്രോബ് വരാനായിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിൻ്റെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്റ്റഡി റൂം വരുന്നത്. അത്യാവശ്യം 2 പേർക്ക് ഇരുന്ന് പഠിക്കാനുള്ള സ്പേസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്കിത് ഓഫീസ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഈസ്റ്റിലേക്ക് പെർമനന്റ് ഗ്ലാസ് വിൻഡോയും നോർമൽ വിൻഡോസും വരുന്നുണ്ട്. അത്യാവശ്യം ബുക്ക് ഷെൽഫ്സും സ്റ്റോറേജും ഒക്കെ ഈ ഒരു സ്റ്റഡി റൂമിലും വരുന്നുണ്ട്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്.
ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണി വരുന്നത്. ബാൽക്കണിയോടൊപ്പം തന്നെ ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസും നമുക്ക് വരുന്നുണ്ട്. ഹാൻഡ് റെയിൽ MS-ലാണ് വരുന്നത്. ഇവിടെയായിട്ട് മനോഹരമായൊരു പ്ലാന്റർ ബോക്സിൽ നാച്ചുറൽ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട്. ഫുള്ളി കവർ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ബാൽക്കണിയിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് വരുന്നത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴെയായിട്ട് വാഷിംഗ് മെഷീനുള്ള ഒരു പോയിന്റ് കൂടി നൽകിയിട്ടുണ്ട്. 6 സെന്റ് 300 ലിങ്സ് സ്ഥലത്ത് 3739 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും 2 SUV കാർ പാർക്കിംഗ് സഹിതമുള്ള ഈ ഒരു വീടിന് ചോദിക്കുന്നത് 1,80,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വില്ലകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.